ഹരേ കൃഷ്ണ. സുന്ദരകാന്ഡത്തിൽ സീതാഹനുമൽ സംവാദം തുടരുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. പല പൊഴുതു പല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ടതുകൊണ്ടവൻ ബഭുഷി മമശിത ചരണ തകര തുണ്ടങ്ങളാൽ വായ്പോടു കീറിനാൻ ഏറെ കുപിതനായി. പരമപുരുഷനും ഉടനുണർന്നു നോക്കും വിധു പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ. പലഹാരം കൊത്തിക്കൊണ്ടിരുന്നവൻ അത് ഭക്ഷിക്കുമെന്നോർത്തു ചെറിയ കല്ലുകൾ കൊണ്ടെറിഞ്ഞ് ഓടിക്കാനായി ഞാൻ ശ്രമിച്ചു. എന്നിട്ടും അവൻ പോയില്ല. പകരം ഏറെ കുപിതനായി അവൻ എൻ്റെ അടുത്തു വന്ന് കൂർത്തുമുറുത്ത ചുണ്ടുകളും നഖങ്ങളും കൊണ്ട് എൻ്റെ ശരീരം കുത്തിക്കീറി. ശ്രീരാമദേവൻ ഉണർന്നു നോക്കിയപ്പോൾ ചോരയൊലിക്കുന്ന എന്നെ കണ്ട് സങ്കടപ്പെട്ടു. തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജഗിരീശ മുഖ്യന്മാർക്കും ആപതല്ലെന്നയച്ചോരവസ്ഥാന്തരേ. രഘുതിലകൻ അടിമലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നേ കൃപാനിധേ. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അതികുപിതനായ ശ്രീരാമൻ ഒരു പുൽക്കൊടിയെടുത്ത് ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ചയച്ചു. അത് കണ്ട് പേടിച്ച് ജയന്തൻ പല ദിക്കിലേക്കും പാഞ്ഞു. തന്നെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവിനെയും ശിവനെയും ഇന്ദ്രനെയും ശരണം പ്രാപിച്ചുവെങ്കിലും അവർക്കാർക്കും ജയന്തനെ രക്ഷിക്കാൻ സാധിച്ചില്ല. ശ്രീരാമദേവനെ തന്നെ അഭയം പ്രാപിക്കാൻ അവർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അവസാനം ജയന്തൻ ക്ഷീണിച്ച് ശ്രീരാമദേവനെ തന്നെ ശരണം പ്രാപിച്ചു. അപരമൊരു ശരണമിഹ നഹി നഹി നമസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമസ്തുതേ. ഇത് സഭയമടിമലരിൽ വീണുകേണീടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനും അന്നേരവും. സഹൃദകുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ. അതിന് തവ നയനമതിലൊന്നു പോം നിശ്ചയം അന്തരമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം. ഹരേ കൃഷ്ണ.